വള്ളസദ്യ എല്ലാവരുടെയും ഒരു 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 സ്വപ്നം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പന്തിയിൽ ഇത്രയേറെ ആളുകൾ ഒരുപാട് വിഭവങ്ങളുമായിട്ട് സദ്യ കഴിക്കുന്ന ഒരു പ്രതീതി തന്നെയാണ് വള്ളസദ്യ എന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ചെന്നിത്തല പള്ളിയോടത്തിന് മാത്രമായിട്ടുള്ള വള്ളസദ്യയാണ്. അതായത് ഇന്ന് അവർക്ക് മാത്രമായിരിക്കും വള്ളസദ്യ കഴിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാവുക. കാരണം ഇത്രയേറെ ദൂരം താണ്ടിയാണ് ചെന്നിത്തല പള്ളിയോടം ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം ഏതാണ്ട് 3 പുഴകൾ താണ്ടിയാണ് ചെന്നിത്തല പള്ളിയോടം ഇന്ന് തിരുവാറന്മുളയപ്പൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വള്ളസദ്യ അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്. ഇന്ന് ഇവർ ഈ ഒരു വള്ളസദ്യ സ്വീകരിച്ച് അതിനുശേഷം ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും, അതായത് വള്ളസദ്യ തീരുന്നിടം വരെ ഇവരിവിടെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചെന്നിത്തല പള്ളിയോടത്തിന് മാത്രമായിട്ടുള്ള ഒരു വള്ളസദ്യയാണ് ഇത്. അവരുടെ പ്രതികരണം നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയാണ് നിങ്ങളുടെ ഒരു ആഘോഷം? എത്രത്തോളമാണ് നിങ്ങൾ ഈ ഒരു വള്ളസദ്യയെ നോക്കിക്കാണുന്നത്? നിങ്ങളുടെ പള്ളിയോടം തന്നെ വന്നപ്പോൾ വലിയൊരു ആഘോഷമായിരുന്നു, വലിയ സ്വീകരണമായിരുന്നു. അപ്പോൾ ഈ വള്ളസദ്യ, പ്രത്യേക വള്ളസദ്യയെ പറ്റി ഒന്ന് പറയൂ. ഉത്രട്ടാ ദിവസം ചെന്നിത്തല പള്ളിയോടത്തിന് മാത്രമേ ആറന്മുളയിൽ വള്ളസദ്യ ഉള്ളൂ. കാരണം ഏറ്റവും ദൂരത്തുനിന്ന് തുഴഞ്ഞെത്തുന്ന, ഇന്നലെയാണ് അവിടുന്ന് പള്ളിയോടം തിരിക്കുന്നത്. ഇന്നലെ അതിരാവിലെ തിരിച്ച് 2 നദികൾ കടന്ന് ഏകദേശം ഏറ്റവും ദൂരത്തിലെത്തുന്ന പള്ളിയോടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ ദിവസം ഈ പ്രത്യേകമായി ചെന്നിത്തല പള്ളിയോടത്തിന് വഴിപാട് വള്ളസദ്യ ലഭിക്കുന്നത്. ചേട്ടാ, ഈ ചെന്നിത്തലയ്ക്ക് മാത്രമാണ് ഇന്നത്തെ ദിവസം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഉണ്ടാവും? ഇവിടെ 10 ദിവസത്തോളം തുടർച്ച 26-ാം തീയതി വരെ വള്ളസദ്യയുണ്ട്. ഈ സദ്യ വിഭവങ്ങൾ ചോദിച്ച് വാങ്ങുന്ന ഇദ്ദേഹം ഈ സദ്യ വിഭവങ്ങൾ ചോദിച്ച് വാങ്ങുന്നത്, അതിനെപ്പറ്റി ഒന്ന് പറയും. വിഭവങ്ങൾ ചോദിച്ച് വാങ്ങുന്നതെന്ന് പറയുന്നത്, വള്ളസദ്യയിൽ ഭഗവാൻ ഒരാളായിട്ട് വന്നിരിക്കുമെന്നാണ് ഐതിഹ്യം. അപ്പോൾ വിഭവങ്ങൾ പാടി ചോദിച്ച് നമ്മൾ ഈ 64 കൂട്ടം വിഭവങ്ങളാണ് വള്ളസദ്യയിലുള്ളത്. അല്ലെങ്കിൽ 44 കൂട്ടം വിഭവങ്ങൾ ആദ്യം ഇലയിൽ വിളമ്പും. അതിൽ 20 കൂട്ടം വിഭവങ്ങൾ വള്ളക്കാർ പാടി ചോദിക്കും. ആ പാടി ചോദിക്കുന്ന വിഭവങ്ങൾ, ആ പാടി ചോദിക്കുന്ന ആൾക്ക് ഒരു 2-3 പേർക്കും വള്ളസദ്യ നടത്തുന്ന, വഴിപാട് നടത്തുന്ന ആള് ഒരു 2-3 ഇലയിൽ വിളമ്പും. പാടി ചോദിക്കാറായോ? ഭഗവാൻ കഴിക്കണം. 11:45 ഭഗവാന് നേദ്യമുണ്ട്. ആ നേദ്യ പൂജ കഴിഞ്ഞ് ഭഗവാൻ ഉണ്ട ചോറ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ശ്ലോകങ്ങൾ തുടങ്ങത്തുള്ളൂ. അതുവരെ ചെയ്തു നിന്നു. അപ്പോൾ ആര്യ, പാടി ചോദിക്കുന്നത് നമുക്ക് ഇപ്പം കേൾക്കാനായിട്ട് സാധിക്കത്തില്ല. കാരണം ഭഗവാന് നേദിച്ച ശേഷം മാത്രമാണ് ഇവിടെ അവർക്ക് കിട്ടുക. അപ്പോൾ അതിനുശേഷമായിരിക്കും വിഭവങ്ങൾ പാടി ചോദിക്കുക. വഞ്ചിപ്പാട്ട് പാടി ചോദിച്ച് അവർ വാങ്ങിക്കഴിക്കുന്നത് പ്രത്യേക കാഴ്ച തന്നെയാണ്. അപ്പോൾ ചെന്നിത്തല പള്ളിയോടത്തിലെ ആളുകൾക്കാണ് ഇന്നത്തെ സദ്യ ഇവിടെ ഉള്ളത്. ഇവരെല്ലാവരും അത്യന്തം വലിയ ആഘോഷത്തിലും ആവേശത്തിലുമാണ്. ഇപ്പോൾ തന്നെ ഇലയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ധാരാളം വിഭവങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ രുചിയും അത്രത്തോളം തന്നെ ആയിരിക്കും. എന്തായാലും നമുക്ക് വഞ്ചിപ്പാട്ട് കാണാം. അതിന് കുറച്ച് സമയം കൂടി കാത്തിരിക്കേണ്ടതുണ്ട് ആര്യ. ശരി.